റീസെന്റ് തമിഴിൽ നിന്ന് വന്ന ഒരു മൂവിയാണ് അങ്കമാൽ. ഈ ഒരു മൂവി കഴിഞ്ഞ വർഷത്തെ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ റിവ്യൂ ചെയ്യാത്തതിന്റെ മെയിൻ റീസൺ ഈ ഒരു മൂവി അന്ന് ഒഫീഷ്യലി റിലീസ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ആൻഡ് ട്രെയിലർ വന്നിട്ടില്ല. സോ അന്ന് റിവ്യൂ ചെയ്ത് ചുമ്മാ ഒരു കോപ്പിറൈറ്റ് വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഇപ്പൊ ഒഫീഷ്യലി മൂവി റിലീസ് ആയിട്ടുണ്ട്. അന്ന് ഫിലിം ഫെസ്റ്റിവൽ മൂവി കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു നൈസ് മൂവിയാണ്. ആൻഡ് സിനിമയിലോട്ട് വരുവാണെങ്കിൽ ഈ ഒരു മൂവി സംസാരിക്കുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അങ്കമാൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് ഇവന്റ്സ് ആണ്. ഇവന്റ്സ് എന്താണെന്ന് വെച്ചാൽ അങ്കമാൽ എന്ന് പറയുന്ന കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ലേഡിയാണ്. ഒരു 70s 80s ജനിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കായിട്ട് ഒരു ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും സംസാരവും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. സോ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്ന പണ്ടത്തെ ഒരുപാട് കാര്യങ്ങളാണ്. അതിലൊന്നാണ് ഈ ബ്ലൗസ് ധരിക്കത്തില്ല. പുള്ളിക്കാരി ബ്ലൗസ് ധരിക്കാതെയാണ് നടക്കുന്നത്. പണ്ടുള്ള ഒരുപാട് ആൾക്കാരൊക്കെ അങ്ങനെയാണ്. ബ്ലൗസ് അവർ യൂസ് ചെയ്യത്തില്ല, സാരി മാത്രം എടുത്തുകൊണ്ടാണ് അവർ നടക്കുന്നത്. സോ ഈ ഒരു അങ്കമാലും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ ലൈഫിൽ ഒരു സിറ്റുവേഷനിൽ ബ്ലൗസ് കൊടുക്കേണ്ടി വരും. സോ പുള്ളിക്കാരിക്ക് ബ്ലൗസ് കൊടുക്കേണ്ട അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. സോ അങ്ങനത്തെ ഒരു ഇവന്റ് വരുമ്പോൾ തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം തന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പോലെ തനിക്ക് തോന്നും. സോ പിന്നീട് തന്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് ഇവന്റ്സ് ആണ് സിനിമ സംസാരിക്കുന്നത്. വളരെ നൈസാണ്. ആ ഒരു ക്യാരക്ടറിന്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളും ആ ക്യാരക്ടറിന്റെ ഫാമിലിയും അവിടുത്തെ ഇവന്റ്സും ആ ഒരു ഇവന്റ്സ് ഒക്കെ നൈസായിട്ടാണ് സിനിമ സംസാരിച്ചിരിക്കുന്നത്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഓരോ ക്യാരക്ടേഴ്സും അവരുടെ പെർഫോമൻസും ആ വേൾഡ് ബിൽഡും എല്ലാം നൈസ് ആയിരുന്നു. എസ്പെഷ്യലി ഈ അങ്കമാലായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഗീത കൈലാസ് ആണ്. പുള്ളിക്കാരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ഇമോഷൻ സീക്വൻസ് ഒക്കെ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സിനിമയിൽ വന്നു പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. സിനിമയുടെ കണ്ടന്റ് വളരെ ചെറുതാണെങ്കിലും ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ കണക്ട് ചെയ്ത് വരുന്ന ഒരുപാട് ഇവന്റ്സും അതിനെ കണക്ട് ചെയ്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിക്കാണ് സിനിമ സംസാരിച്ചിരിക്കുന്നത്. ആ രണ്ട് ജനറേഷൻസിന് ആ ടൈം ഗ്യാപ്പ് ഉണ്ട്. രണ്ട് ജനറേഷൻസ് ഉള്ള ആൾക്കാരും അവരുടെ മൈൻഡ് സെറ്റും അവരുടെ ആറ്റിറ്റ്യൂഡും അതൊക്കെ സിനിമയിൽ കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അല്ലെങ്കിൽ അത് രണ്ട് മെർജായി പോകുന്ന കുറെ ഇവന്റ്സ് ഒക്കെ നല്ല രസമായിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. സോ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ലൊരു നൈസ് മൂവിയാണ്. ഒരു അവാർഡ് മൂവിയാണ് അല്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന മൂവിയാണെന്ന് വിചാരിച്ച് കാണാതിരിക്കരുത്. ഒരു ക്യാരക്ടറുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിച്ചിരിക്കുന്ന ഒരു മൂവിയാണ്. നല്ല രസമാണ് സിനിമ കാണാനായിട്ട്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു മൂവി ഒഫീഷ്യലി ഇപ്പോൾ തിയേറ്റർ റിലീസ് ആയിട്ടുണ്ട്. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.